ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിക്കട്ടെ. ഇന്ന് റിയാദിലുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോ കണ്ടുനോക്കി. സംഭവം ഒന്നുമല്ല, നാട്ടിൽ നിന്ന് വരുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇതാ അവസ്ഥ. ഇന്ന് റിയാദിൽ ഒരാൾ നാട്ടിൽ പോകുമ്പോൾ ഒരാൾ എന്നിട്ട് ഒരു ചാർജർ കൊണ്ടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ പറയും, ചാർജറല്ലേ, ചെറിയ ഫോണല്ലേ വെച്ചിട്ട് ഓക്കെ പറയും. അതിന് ചെറിയ ക്യാപ്പ് ഉണ്ടപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താണ്. അതിൻ്റെ ഉള്ളിൽ മാരകമായ ലഹരി വസ്തു എന്തോ കട്ടക്കാലത്തിനാണ് ചെക്ക രക്ഷപ്പെട്ടത്. അതിട്ട് പോകണം ഇവിടുത്തെ എയർപോർട്ടിൽ, നാട്ടിലത്തെ എയർപോർട്ടിൽ ബുക്കണം. എന്തേക്കെ ഒരവസ്ഥ. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരോട്, നാട്ടിൽ പോകുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, അറിയാത്ത ആൾക്കാർ എന്ത് തന്നാലും വാങ്ങാൻ നിൽക്കണ്ട. ഞാൻ അത്ര അറിയുന്നവരും ബന്ധപ്പെട്ടവരും, എളാപ്പാൻ്റെ മോനെ, എളിമാൻ്റെ മോനെ, അമ്മോൻ്റെ മോനോ ആരെന്ത് തന്നാലും നല്ല ചെക്ക് ചെയ്തിട്ട് കൊടുന്നോളി. കാരണം എയർപോർട്ടിലൊന്ന് ബുക്കിൻ്റെ ദിവസം ഓരോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പം നന്നാണ്, എളാപ്പാൻ്റെ മോൻ നന്നാണ്, ഓൻ നന്നാണ്, അമ്മോൻ്റെ മോൻ നന്നാറിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അവർ നേരെ ജയിൽ കൊണ്ടിടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കണ്ട. നാട്ടിൽ നിന്ന് വരുന്നവരും നാട്ടിൽ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് തന്നാലും നല്ല ചെക്ക് ചെയ്തിട്ട് കൊടുന്നോളി. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഷെയർ ചെയ്തോളി, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ.